ഹായ് എവ്രി വൺ, ദിസ് ഇസ് ദി പാർട്ട് 2 ഓഫ് അവർ ഡിസ്കഷൻ സീരീസ്. പാർട്ട് 1 നിങ്ങൾ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. സോ ദ സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഡിസ്കഷൻ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് സുക്രോസിന്റെ സ്ട്രക്ചർ ആണ്. സുക്രോസ് C12H22O11 ആണ്. നിങ്ങൾക്ക് കിട്ടുന്നത് 12 കാർബണും വാട്ടറുമാണ് കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഡീഹൈഡ്രേഷൻ ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമുക്കറിയാം സൾഫ്യൂരിക് ആസിഡ് ഇസ് എ സ്ട്രോങ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. സ്ട്രോങ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. അപ്പോൾ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ വരും. ദ നെക്സ്റ്റ് വൺ, ഇത് NCERTയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചതാണ്. കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിന്നുള്ള ചോദ്യമാണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദ ചീലേറ്റിംഗ് ലിഗാൻഡ് നോട്ട് യൂസ്ഡ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് മെറ്റൽ ടോക്സിസിറ്റി ബൈ ചീലേഷൻ തെറാപ്പി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ NCERTയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കുക, ഡി പെൻസിലമൈനും ഡെസ്പെറിയോക്സൈം ബിയും അതേപോലെ തന്നെ EDTയും എന്തിന് യൂസ് ചെയ്യും? നമ്മുടെ കീലേഷൻ തെറാപ്പിക്ക് യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും? DMG ആയിരിക്കും നമ്മുടെ ഓപ്ഷൻ. ഡൈമീഥൈൽ ഗ്ലയോക്സൈഡ് ആയിരിക്കും നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് വിച്ച് വൺ ഇസ് നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കുക, പ്ലെയിൻ ഓഫ് സിമെട്രി പ്രസന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി വോട്ട്? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. ഒരു കോമ്പൗണ്ടിൽ പ്ലെയിൻ ഓഫ് സിമെട്രി പ്രസന്റ് ആണെങ്കിൽ ദാറ്റ് കോമ്പൗണ്ട് വിൽ ബി ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ജനറലി നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക, സിസ് കോമ്പൗണ്ട്സ് ആർ ജനറലി ഒപ്റ്റിക്കലി ആക്റ്റീവ് ആൻഡ് ട്രാൻസ് കോമ്പൗണ്ട്സ് ആർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നോക്കാം, നമുക്ക് COEN3+. നോക്കൂ, COEN3+ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ദിസ് ഇസ് ദി COEN ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്ലെയിൻ ഓഫ് സിമെട്രിയും പ്രസന്റ് അല്ല. അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഇനി ഇവിടെ സിസും ട്രാൻസും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു കോമ്പൗണ്ടിൽ സിസും പറഞ്ഞിട്ടില്ല, ട്രാൻസും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സിസ് ആണെങ്കിൽ ഇവരെന്തായിരിക്കും? ഇവർ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിസ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ഇവരെന്തായിരിക്കും? പ്ലെയിൻ ഓഫ് സിമെട്രി പ്രസന്റ് ആയിരിക്കത്തില്ല. പക്ഷേ ട്രാൻസ് ആണെങ്കിൽ ഇതാ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ട്രാൻസിന്റെ സ്ട്രക്ചർ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇതാ Cl ഓക്സലേറ്റോ ആണ് അല്ലേ? ഓക്സലേറ്റോ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, വിൽ റൈറ്റ് ലൈക്ക് ദിസ്, ഓക്സലേറ്റോ OX ഇങ്ങനെ വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി പ്രസന്റ് ആയിരിക്കും. പ്ലെയിൻ ഓഫ് സിമെട്രി പ്രസന്റ് ആണെങ്കിൽ ഇവരെന്തായിരിക്കും? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ 4 വരും, വിച്ച് മീൻസ് ഓപ്ഷൻ C ആയിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നൈട്രജൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നൈട്രജൻ 7 ആണ്. അങ്ങനെയാണെങ്കിൽ 1s2 2s2 പിന്നെ എന്ത് വരും? 2p നമ്മൾ ഇങ്ങനെയാണ് ഫില്ല് ചെയ്യുക അല്ലേ? 1 2 3 എന്നുള്ള രീതിയിലായിരിക്കും ഫില്ല് ചെയ്യുക. ഇതെന്ത് റൂളാണ്? ദിസ് ഇസ് ബേസ്ഡ് ഓൺ ഹൺസ് റൂൾസ് ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. എന്താണ്? സ്പിൻ മൾട്ടിപ്ലിസിറ്റി മാക്സിമം ആയിരിക്കും. എന്ത് മൾട്ടിപ്ലിസിറ്റി? ഇത് മിക്കവാറും കുട്ടികൾക്ക് അറിയത്തില്ല. സ്പിൻ മൾട്ടിപ്ലിസിറ്റി. അതായത് സ്പിൻ മൾട്ടിപ്ലിസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2s+1 ആണ്. ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ സ്പിൻ, എസ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ സ്പിൻ ആണ്. ഇവിടെ ടോട്ടൽ സ്പിൻ എന്ത് വരും? 3/2. 3 എണ്ണാണുള്ളത് അല്ലേ? 3 × 1/2, അതായത് 3/2. അതായത് 2 × 3/2 + 1 എന്ത് വരും? സ്പിൻ മൾട്ടിപ്ലിസിറ്റി 4 വരും. ഇനി നമ്മൾ ഇങ്ങനെ എഴുതാതെ നമ്മൾ ഇങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി എത്രയേ വരൂ? ടോട്ടൽ സ്പിൻ എത്ര വരും? S = +1/2 ആയിരിക്കും. അപ്പോൾ സ്പിൻ മൾട്ടിപ്ലിസിറ്റി എന്തായിരിക്കും? 2 × 1/2 + 1 വരും, വിച്ച് ഇസ് 2. അപ്പോൾ മാക്സിമം മൾട്ടിപ്ലിസിറ്റി ഇത് ആളുകൾക്ക് അറിയത്തില്ല. സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആണ് കേട്ടോ. മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് സ്പിന്നിൻ്റെ കാര്യമാണ് പറയുന്നത്. നൗ ദ ക്വസ്റ്റ്യൻ നമ്പർ 21, വിച്ച് ഓഫ് ദ ഫോളോയിങ് കാർബാനയോൺ ഈസ് മോസ്റ്റ് സ്റ്റേബിൾ എന്നാണ് പറയുന്നത്. ഇതിനെ ഞാൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുതരാം. കാർബോ കാറ്റയോൺ ആണെങ്കിൽ ഇതിൻ്റെ ഓർഡർ എല്ലാവർക്കും അറിയാം. ടേഴ്സറി ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ പ്രൈമറി. എന്തുകൊണ്ടാണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇൻക്രീസസ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോ കാറ്റയോൺ. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. കാർബാനിയോണിൻ്റെ കേസിലാണെങ്കിലോ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഡിക്രീസസ് സ്റ്റെബിലിറ്റി ഓഫ് കാർബാനയോൺ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ത് ചെയ്യും? ഇൻക്രീസസ് സ്റ്റെബിലിറ്റി ഓഫ് കാർബാനയോൺ. നിങ്ങളൊന്ന് നോക്കിയേ, ഇതൊക്കെ ആൽക്കൈൽ ഗ്രൂപ്പ് ഒക്കെ എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഇത് ടേഴ്സറി ആണ്,
ഇതെന്താണ്? ഇത് പ്രൈമറി ആണ്, ഇത് സെക്കൻഡറി ആണ്. അപ്പോൾ ഓപ്ഷൻ എന്ത് വരും? മീത്തൈൽ വരും അല്ലേ? അപ്പോൾ ഇവരുടെ സ്റ്റെബിലിറ്റി ഓർഡർ എഴുതാൻ പറഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സി ആയിരിക്കും, പിന്നെ എന്ത് വരും? ഡി വരും, പിന്നെ എ വരും, പിന്നെ എന്ത് വരും? ബി വരും. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നൗ ക്വസ്റ്റ്യൻ നമ്പർ 22. അഡിഷൻ ഓഫ് HBr ടു 2-pentene. Pent2ene ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? Pent2ene. യെസ്, ദിസ് ഇസ് Pent2ene. ഓക്കെ, ഇനി ഇവിടെ എന്താണ് ആഡ് ചെയ്യുന്നത്? HBr ആണ് ആഡ് ചെയ്യുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, HBrന്റെ അഡിഷൻ മാർക്കോനിക്കോഫ് അഡിഷൻ ആണോ ആന്റി മാർക്കോനിക്കോഫ് അഡിഷൻ ആണോ? HBr ഗൈസ്, HBr ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് ആണെങ്കിൽ മാത്രമേ ആന്റി മാർക്കോനിക്കോഫ് റൂൾ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വെറും HBr ആണെങ്കിൽ ഇവർ എന്ത് അഡിഷൻ ആയിരിക്കും? മാർക്കോനിക്കോഫ് അഡിഷൻ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയായിരിക്കും നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുക? ഇവിടെ ചോദിച്ചിരിക്കുന്നത് മേജർ പ്രൊഡക്റ്റും മൈനർ പ്രൊഡക്റ്റും അല്ല, എന്തൊക്കെ കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മേജർ പ്രൊഡക്റ്റും എഴുതണം, നമുക്ക് മൈനർ പ്രൊഡക്റ്റും എഴുതണം. അപ്പോൾ നമുക്ക് ഒരു കേസിൽ ഇതാ ഇവിടെ 1, 2 എന്ന് ഞാൻ നൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു, ബ്രോമിനെ ഇവിടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്ത് പ്രൊഡക്റ്റ് കിട്ടും? നോക്കൂ, CH3 CHBr ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നു, CH2 CH3 എന്ന് എനിക്ക് കിട്ടും, വിച്ച് ഇസ് 2 ബ്രോമോ പെൻറ്റെയിൻ എനിക്ക് കിട്ടും. ഇനി എനിക്ക് വീണ്ടും തിരിച്ച് ആഡ് ചെയ്യാം അല്ലേ? സെക്കൻഡിൽ എനിക്ക് എന്ത് ചെയ്യാം? ഹൈഡ്രജൻ ആഡ് ചെയ്യാം. തേർഡിൽ ഇവിടെ എന്ത് ചെയ്യാം? ബ്രോമിനെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? CH3 CH2 CHBr CH2 CH3 എന്ന് കിട്ടും, വിച്ച് ഇസ് ആക്ച്വലി എന്താണ്? 3 ബ്രോമോ പെൻറ്റെയിൻ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അതായത് എനിക്കൊരു മിക്സ്ചർ ഓഫ് പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുക. ഓപ്ഷൻ സി ആയിരിക്കും എൻ്റെ കറക്റ്റ് ആൻസർ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 23. ഈ ഒരു കാര്യവും ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. EZ നോമൻക്ലേച്ചർ, DL നോമൻക്ലേച്ചർ, RS നോമൻക്ലേച്ചർ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പ്രൊപ്പീൻ്റെ സ്ട്രക്ചറാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയുള്ളത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Z ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൊപ്പീൻ ആണല്ലേ? പ്രൊപ്പീൻ ആണെങ്കിൽ ഇതാ ഇങ്ങനെ എഴുതാൻ പറ്റും. Z പ്രൊപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Z1 ബ്രോമോ, പിന്നെ എന്താണ്? 2 ക്ലോറോ പ്രൊപ്പീൻ. ഇതാണ് എന്താണ് നമ്മൾ Z എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദാ അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിൽ നമ്മൾ നമ്പർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 1 എന്ന് വരും, ഇവിടെ 2 എന്ന് വരും, ഇവിടെ 1 ഇവിടെ 2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇത് സെയിം സൈഡാണ്, സൂസമാൻ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവർ Z എന്ന് വിളിക്കും. ഇനി ഇവർ ഓപ്പോസിറ്റ് ആണെങ്കിൽ എൻറ്റജൻ എന്ന് വിളിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുകളിൽ ഞാൻ കൊടുത്തേക്കാം, എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ഒരുപാട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ Br ആൻഡ് Cl ആർ ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ഡബിൾ ബോണ്ട്. ഓപ്ഷൻ ബി വരും. 24. ദ മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ ഓഫ് നോർമൽ ബ്യൂട്ടൈൻ എന്നാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ന്യൂമാൻ പ്രൊജക്ഷൻ ഒന്ന് വരച്ച് നോക്കണം. ന്യൂമാൻ പ്രൊജക്ഷൻ ഒന്ന് അറിയണം. എങ്ങനെയാണ് ന്യൂമാൻ പ്രൊജക്ഷൻ വരയ്ക്കുക? ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് ഫ്രണ്ട് കാർബൺ. ദിസ് ഇസ് ദി ഫ്രണ്ട് കാർബൺ, ഡോട്ടഡ് ലൈൻ, 3 വാലൻസി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഈ സർക്കിൾ നൊട്ടേറ്റ് ചെയ്യുന്നത് ബാക്ക് കാർബണിനെയാണ്. ഇവിടെ നൊട്ടേറ്റ് ചെയ്യുന്നത് എന്താണ്? ഫ്രണ്ട് കാർബണിനെയാണ്. അതായത് ഫ്രണ്ട് കാർബണിൽ 3 വാലൻസി കംപ്ലീറ്റ് ചെയ്തു, ബാക്ക് കാർബണുമായിട്ട് 4 എണ്ണം കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്ക് കാർബണിലുള്ള 3 എണ്ണം എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ഇത് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കോൺഫിഗറേറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കോൺഫിഗറേഷനാണ് നിങ്ങളിവിടെ കാണുന്നത്. അതായത് ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്ലിപ്സ്ഡ് എന്ന് വിളിക്കുന്നത്. മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ലെസ് സ്റ്റെറിക് റിപ്പൽഷൻ നമുക്ക് വേണം. അപ്പം നിങ്ങളിവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ CH3 ആണ് റിപ്പൽഷൻ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ? ഈ CH3 ഏറ്റവും ദൂരത്തുള്ളതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ ആൻറ്റി സ്റ്റാഗേർഡ് ആയിരിക്കും നമ്മുടെ ഏറ്റവും സ്റ്റേബിൾ കൺഫർമേഷൻ. ഇവിടെ നോക്കി 180 ഡിഗ്രിയാണ്, ഇവിടെ ആകുമ്പോൾ 0 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഇവരെന്തായിരിക്കും? ഏറ്റവും കൂടുതൽ ലീസ്റ്റ് സ്റ്റേബിൾ എന്തായിരിക്കും? എക്ലിപ്സ്ഡ് ആയിരിക്കും. ലീസ്റ്റ് സ്റ്റേബിൾ എക്ലിപ്സ്ഡ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കാണുക. ഗോഷെ സ്റ്റാഗേർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം ഒരുപാട് ലെങ്തി ആയി പോവും വീഡിയോ. നൗ 25. Aryl halides are less reactive towards nucleophilic substitution compared to alkyl halides എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ RX എടുക്കുന്നു, ആൽക്കൈൽ ഹാലൈഡ് ആണ് കേട്ടോ, ആൽക്കൈൽ ഹാലൈഡ് ആണ്. ഇവിടെ ഞാൻ ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതായത് ഐ വിൽ ഗെറ്റ് RNU കിട്ടും, പ്ലസ് X മൈനസും കിട്ടും. അതായത് ഇവിടെയുള്ള ഈ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ഈ ഹാലജൻ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത്രയാണ് കാര്യം. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുന്നത് ഇവിടെയുള്ള ബോണ്ട് എന്താണ്? ഇവിടെയുള്ള ബോണ്ട് സിംഗിൾ ബോണ്ട് ആണല്ലേ? ദ ബോണ്ട് പ്രസൻറ്റ് ഇസ്
സിംഗിൾ ബോണ്ട്. പക്ഷേ നിങ്ങൾ അറൈൽ ഹാലൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ, ഇഫ് യു ടേക്ക് അറൈൽ ഹാലൈഡ്, നോക്കൂ ഇവിടെ അറൈൽ ഹാലൈഡ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഈ ബോണ്ടിന് എന്തുണ്ടാവും, ഇവിടെ റെസണൻസ് ഉണ്ടാവും, ബെൻസീൻ റിങ്ങുമായിട്ട് റെസണൻസ് ഉണ്ടാവും. യെസ്, വി വിൽ ഹാവ് എ റെസണൻസ് ഓവർ ഹിയർ എക്സ് പ്ലസ്. അതായത് ബിക്കോസ് ഓഫ് ദിസ് റെസണൻസ് ഈ കാർബൺ ഹാലജൻ ബോണ്ട് ആക്ച്വലി സിംഗിൾ ബോണ്ട് അല്ല, ഇവരെന്തായിരിക്കും, ദേ അക്വയർസ് എ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ. ദേ അക്വയർസ് എ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ആണെങ്കിൽ ഇവരെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്കറിയണ്ടേ, ഇത് ബ്രേക്ക് ചെയ്തിട്ട് വേണ്ടേ ന്യൂക്ലിയർ ഫൈലിന് വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും, ലീസ്റ്റ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. വേറെയും കാര്യങ്ങളുണ്ട്, പക്ഷേ ഇവിടെ എന്തായിരിക്കും ആൻസർ, റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. 26 വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് എ റെസിമിക് മിക്സ്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ റെസിമിക് മിക്സ്ചർ? റെസിമിക് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്തായിരിക്കും, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി വിൽ ബി 0. അതായത് ഇനാൻഷ്യോമേഴ്സ് 1:1 റേഷ്യോയിൽ പ്രസൻ്റ് ആണെങ്കിൽ ഒരു ഇനാൻഷ്യോമർ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണെങ്കിൽ രണ്ടാമത്തെ ആളെന്തായിരിക്കും, ലീവോ റൊട്ടേറ്ററി ആയിരിക്കും. അങ്ങനെ ഇവരെന്ത് ചെയ്യും, ക്യാൻസൽസ് ഔട്ട് ചെയ്ത് പോകും അല്ലേ. ഒരാൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി, ഒരാൾ ലീവോ റൊട്ടേറ്ററി. അതായത് പ്ലെയിൻ പോളറൈസ് ലൈറ്റിനെ ഒരാൾ എന്ത് ചെയ്യുന്നു, റൈറ്റിലോട്ട് തിരിക്കുന്നു, മറ്റൊരാൾ ലെഫ്റ്റിലോട്ട് തിരിക്കുന്നു. ഓഫ് കോഴ്സ് ഇവരെന്ത് ചെയ്യും, ക്യാൻസൽസ് ഔട്ട് ചെയ്തിട്ട് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്താവും, 0 ആവും. ഇതിനെയാണ് നമ്മൾ റെസിമിക് മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൈറാൽ കാർബൺ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കൈറാൽ കാർബണിൽ നമ്മൾ എന്തായിരിക്കും, ഇനാൻഷ്യോമേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ആറും ഒന്ന് എന്തായിരിക്കും, എസും ആയിരിക്കും. അപ്പോൾ ഇവർ ഇക്യുമോളാർ കോൺസെൻട്രേഷനിലാണ് ഉള്ളതെങ്കിൽ, ഇഫ് ദേ ആർ ഇക്യുമോളാർ കോൺസെൻട്രേഷൻ അങ്ങനെയാണെങ്കിൽ ഇവരെന്തായിരിക്കും, ഇവരൊരു റെസിമിക് മിക്സ്ചർ ആയിട്ട് ആക്ട് ചെയ്യും. അവരുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ 50%ഉം 50%. ഇത്ര കാര്യം ആലോചിക്കേണ്ടുള്ളൂ. ഈ ആറും എസും, കൈറാൽ കാർബണിൻ്റെ കേസിൽ ആറും എസും എന്തായിരിക്കും, ഇനാൻഷ്യോമേഴ്സ് ആയിരിക്കും. ഇനാൻഷ്യോമേഴ്സ് ആണെങ്കിൽ ഇവരുടെ ഈക്വൽ എമൗണ്ടിലാണുള്ളതെങ്കിൽ ഇവരുടെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ദേ ആക്ട് ആസ് എ റെസിമിക് മിക്സ്ചർ. സോ ഓപ്ഷൻ എന്ത് വരും, സി വരും. ക്വസ്റ്റ്യൻ നമ്പർ 17 നമ്മളോട് വിട്ടുപോയായിരുന്നു. നോക്കാം നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്ന്. വിച്ച് വൺ ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇറ്റ്സെൽഫ് സേസ് ഓസോൺ ഈസ് തെർമോഡൈനാമിക്കലി അൺസ്റ്റേബിൾ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓസോൺ തെർമോഡൈനാമിക്കലി അൺസ്റ്റേബിൾ ആണ്. ഓസോൺ ഡീകമ്പോസ് ചെയ്തുകൊണ്ട് ഓക്സിജനും പ്ലസ് ഒരു ഓക്സിജനും തരും. ദിസ് പെർട്ടിക്കുലർ ഓക്സിജൻ ഈസ് കോൾഡ് നെയ്സെന്റ് ഓക്സിജൻ. ഇതുകൊണ്ട് തന്നെ ഈ ഓസോൺ ഇസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. അതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും, ഡേഞ്ചറസ്ലി എക്സ്പ്ലോസീവ് ആയിരിക്കും. ഹയർ കോൺസെൻട്രേഷനിൽ ഇവരെന്തായിരിക്കും, ഡേഞ്ചറസ്ലി എക്സ്പ്ലോസീവ് ആയിരിക്കും. ആൻഡ് ഈ ഒരു പ്രോസസ്സ്, ഈ ഡീകമ്പോസിഷൻ, നമ്മൾ പറയുന്ന ഓസോണിൻ്റെ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. വിച്ച് മീൻസ് ഡെൽറ്റ ജി എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓഫ് കോഴ്സ് ദിസ് ഈസ് an exothermic reaction as well. It's an exothermic reaction. That means delta H എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളതും കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക. അപ്പോൾ ഓപ്ഷൻ ഡി എന്താണ്, കറക്റ്റ് ആണ്. ബട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചേഞ്ച് ഇൻ എൻതാൽപ്പി ഫോർ ഡീകമ്പോസിഷൻ ഈസ് പോസിറ്റീവ് എന്നാണ്. ദാറ്റ് ഈസ് ദി റോങ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും, സി ആയിരിക്കും. നൗ ക്വസ്റ്റ്യൻ നമ്പർ 27, ഫ്രിയോൺ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ക്ലോറോഫ്ലൂറോമീത്തൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫ്രിയോൺ എന്ന് വിളിക്കുന്നത്. സോ ഓപ്ഷൻ എ. നൗ 28, വിച്ച് ഓഫ് ദ ഫോളോയിങ് പൊല്യൂട്ടൻറ്റ് കോസസ് മീനമാറ്റ ഡിസീസസ്. ഇതെല്ലാവർക്കും അറിയുന്നതാണ്, മെർക്കുറി. എന്താണ് മെർക്കുറി? ഇതിൽ ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നൗ ക്വസ്റ്റ്യൻ നമ്പർ 29, ദ ഫംഗ്ഷൻ ഓഫ് ലൂബ്രിക്കൻറ്റ് ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് വിയർ, ടു റെഡ്യൂസ് ഫ്രിക്ഷൻ, ടു ട്രാൻസ്ഫർ ഹീറ്റ്. ഓൾ ഓഫ് ദീസ് എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Question number 13, which of the following adsorbent material is used in thin layer chromatography? നിങ്ങളുടെ NCERTയിൽ സിലിക്ക ജെല്ലും അലൂമിനിയം ഒക്കെ യൂസ് ചെയ്യുന്നത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സെല്ലുലോസും നമുക്ക് എന്ത് ചെയ്യാം, തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫിയിൽ അഡ്സോർബൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. സോ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ ഡി. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 2-ൽ എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു 15 ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് പാർട്ട് 3 എന്തായാലും ചെയ്യാം. സോ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.